ബജാജിന്റെ CNG ഓട്ടോ എടുത്ത് പെട്ടുപോയ ഒരു യുവാവിന്റെ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. CNG ഓട്ടോകൾ ഡീസൽ ഓട്ടോയേക്കാൾ ലാഭകരമാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് അത് ചെന്നെടുത്തത്. 3 വർഷത്തിനിടയിൽ ആ വണ്ടി പണിതന്ന അനുഭവത്തെക്കുറിച്ച് അയാൾ പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ CNG ഓട്ടോയെ വിശ്വസിച്ച് ബജാജിന്റെ വാഹനം എടുത്താൽ കിട്ടുന്ന പണി എന്താണെന്ന് ആ അഭിപ്രായം തെളിയിക്കുകയാണ്. ഇത് CNG ആട്ടോ ഉള്ളവർക്കാണ്. ഈ വണ്ടി ഞാൻ എടുത്തിട്ട് 3 വർഷമായി. വണ്ടിയെ കുറ്റം പറയുന്നതല്ല, ഈ നമ്മൾ 3 ലക്ഷം രൂപ എടുത്തിട്ട് നമുക്ക് ഇത് ഇപ്പം തന്നെ ഞാൻ 3 വർഷമായി വണ്ടി. 3 വർഷത്തിൽ 4ാമത്തെ പിന്നും പുഷമാണ് അടിക്കുന്നത്. നമ്മളെ റോഡും ശരിയല്ല. പിന്നെ ഈ കമ്പനി ആണെങ്കിൽ ചറപറ കൂറ വണ്ടികൾ പോലെ ഇറക്കണ പോലെ CNG വിറ്റ് പോണോണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാതെയാണ് ഈ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വെട്ടലും തേയലും എല്ലാം. ഇപ്പം എന്താ വീണ്ടും 3700 രൂപയുടെ പണിയാണ്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് പിന്നും പുഷി മാറ്റണം. എല്ലാ കുടലും എന്താ ഊരിയിട്ടിട്ടാണ് കണ്ട, എല്ലാ കുടലും ഊരിയിട്ട് ഇന്ന് ഓടാനും പറ്റിയില്ല, വണ്ടി മട്ട. അപ്പം CNG എടുക്കണവർ സൂക്ഷിച്ചോ. അതിനെക്കാട്ടി ബെറ്റർ ഡീസൽ ആട്ടയാണ്. ഉപയോഗിച്ചവരടുത്തെല്ലാവരും ചോദിക്കുന്നത് ഡീസൽ ആട്ടയാണ് ഇതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ. ഇത് പണി വന്നാൽ കൊല്ലപ്പണിയാണ്. ഈ വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമേ. അത് എൻ്റെ അവസ്ഥയാണ്. ഞാൻ എൻ്റെ 2-3 കൂട്ടുകാരടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഇതേ സെയിം അവസ്ഥ തന്നെ. ഈ CNG ഓട്ടോ എടുത്ത മിക്കവർക്കും ഇതേ അവസ്ഥ തന്നെ. ഞാൻ ചോദിച്ചറിഞ്ഞ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം. ഈ വണ്ടിയുടെ ഫ്രണ്ടാണ് എപ്പോഴും പണി പറഞ്ഞാൽ പിന്നും പുഷും പോവും, അങ്ങനത്തെ കംപ്ലൈൻറ്റ്. എൻ്റെ വണ്ടി എടുത്തിട്ട് 3 വർഷമാകുമ്പോൾ 3 വർഷത്തിൽ 4 പ്രാവശ്യമാണ് 3700 കൊടുത്ത് ഞാൻ പിന്നും പുഷും മാറ്റിയത്. എത്ര ടയർ വെട്ടിട്ട് കഴിഞ്ഞ് പോയെന്നറിയാം. പിന്നെ ഈ ബജാജുകാർ ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു ഓഫർ ഉണ്ട്. 990 രൂപ. 10,000 രൂപയ്ക്ക് 100 രൂപയുടെ എന്തോ കുറവ്. അതിൽ ആ ഓഫറിലൊന്നും ചെന്ന് വണ്ടി ഫീൽഡിൽ ഇറങ്ങാൻ നിൽക്കണ ആരും ചെന്ന് വീണ് കൊടുക്കല്ലേ. അവന്മാർ 10 രൂപ അടച്ചിട്ട് എടുക്കുമ്പം തന്നെ 9ന് മുകളിൽ CC വരും. ഒരു മാസം മുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം EMI ഇത് വരും, ബൗൺസ് ചാർജ് വരും. പിന്നെ നമ്മൾ അടയ്ക്കാമെന്ന് പറഞ്ഞ് എടുക്കും. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും എടുക്കണം. അവസാനം തേയി. ഞാൻ തന്നെ ഈ 30 രൂപ അടച്ചിട്ട് 7,700 എനിക്ക് CC വന്നത്. അപ്പോൾ 10,000 രൂപ അടയ്ക്കുന്നവരെ കാര്യം ആലോചിച്ച് നോക്ക്. പിന്നെ അതും പറഞ്ഞിട്ട് ബജാജിൻ്റെ എല്ലാ വണ്ടിയും കൊള്ളില്ല ഞാൻ പറയുന്നില്ല. ബജാജിൻ്റെ ഡീസൽ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടി കൊള്ളാം. അത് അത്യാവശ്യം ഞാൻ ചിലയിടത്തൊക്കെ ചോദിച്ചു. വലിയ കുലുക്കവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ CNGയെ കാട്ടി എന്തുകൊണ്ട് ബെസ്റ്റ് ഡീസലാണ്. ഞാനും ഒരു വണ്ടി നോക്കുകയാണ്. പൈസയൊക്കെ റെഡിയായി വരുമെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ CNG വണ്ടിയിലോട്ട് ഓട്ടോ ഫീൽഡിലോട്ട് വരാൻ ഞാൻ ആരെയും ഒരിക്കലും നിർബന്ധിക്കില്ല. അത്രയ്ക്ക് ദുരിതം പിടിച്ചൊരു ജോലിയാണ്. അതിലോട്ട് വരുമ്പോഴേ അറിയാവുള്ളൂ. അപ്പോൾ CNG എടുക്കാതിരിക്കുന്നവർ ഒന്നും കൂടെ കുറേ പേരെടുത്തൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ട് വേണം എടുക്കുക. അല്ലാതെ ഈ കല്ലിങ്കലുകാർ വന്ന് കിടന്നിട്ട് ആടൊക്കെ ചെയ്യും. അതാണ് മറിച്ചതാണ് 4 വാൽവാണ് തേങ്ങയുടെ. പിന്നെ ഒരു ഉപയോഗമുണ്ട്. 4 വാൽവും പിന്നെ എൻ്റെ 4 വാൽവ് അല്ല, ഇപ്പം ഇറങ്ങുന്ന 4 വാൽവാണ്. പിന്നെ മൈലേജ് ഉണ്ട്. CNGക്ക് മൈലേജ് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയിൽ CNG ഗ്യാസ് ഇൻബിൽറ്റ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. പെട്രോൾ വണ്ടിയാണ്. അതിൻ്റേതായ കംപ്ലൈൻറ്റ് ഇതിന് വരും. എൻ്റെ കുറേ പൈസ ഇറങ്ങി ഈ വണ്ടിക്ക് പണിയായിട്ട്. എന്തുകൊണ്ടും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ, ഓട്ടോ ഫീൽഡിൽ വരാൻ ആഗ്രഹിക്കുന്നുള്ളവർ ഇതിനെക്കാട്ടി കുറച്ച് റേറ്റ് കൂടുതലാണ് ഡീസലിന്. ഡീസൽ ആട്ടോ എടുക്കാൻ ഞാൻ റെഫർ ചെയ്യുള്ളൂ. ഒരു അനുഭവസ്ഥനായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന്. നാട്ടിൽ ഇന്ധന വില കുതിച്ചുയരുന്ന സന്ദർഭത്തിലാണ് ആ ചിലവിനെ മറികടക്കാൻ CNG ഓട്ടോകൾ സഹായിക്കും. CNG അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലാഭകരമാണ്, കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് പലരും ബജാജിന്റെ CNG ഓട്ടോയിൽ തലവെച്ചത്. പക്ഷെ അതിന്റെ മെയിൻ്റനൻസ് താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഇപ്പോ ഇതിൽ തന്നെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, പിന്നും ബുഷും വാഹനത്തിന്റെ എന്തോ പോയത് 4 തവണ, ഒരു തവണ 3750. അത്രയും തുക കൊടുത്തത് മാറുന്ന സന്ദർഭത്തിൽ പലപ്പോഴും വണ്ടിയും ഓടാൻ പറ്റില്ല, കയ്യിലെ പൈസയും പോയി. അത്രയും ദിവസം ഉണ്ടാക്കിയ ലാഭങ്ങളെല്ലാം ഈ മെയിൻ്റനൻസോടുകൂടി കയ്യിൽ നിന്ന് പോവുകയാണ്. കാര്യം ഒരു ദിവസം ഓട്ടോ ഓടിയ എത്ര രൂപ കിട്ടും? ശരാശരി 500 മുതൽ 800 രൂപ വരെ കിട്ടും. ചില ദിവസങ്ങളിൽ 1000 രൂപയ്ക്ക് മുകളിലും കിട്ടിയാലായി. പക്ഷേ ഈ 1000 രൂപ കിട്ടിയാൽ പോലും അതിന് CNG കൂടി അടിക്കണമല്ലോ, വണ്ടിയുടെ മെയിൻ്റനൻസ് കൂടി നോക്കണമല്ലോ. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ CC ഇട്ടെടുത്ത വണ്ടിയാണെങ്കിൽ മാസം CCയും കൂടി അടച്ചു കഴിയുമ്പോൾ ഈ മെയിൻ്റനൻസ് കൂടി പണി കൊടുക്കുമ്പോൾ പിന്നെ ഈ ഓടുന്നു, ആരോഗ്യം കളയുന്നു എന്നതിനപ്പുറം മറ്റൊരു നേട്ടവുമില്ല എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ
താങ്ങാൻ പറ്റാത്തതും ഇത് പലയിടങ്ങളിലും മെയിൻ്റനൻസിന് വേണ്ടി കൊണ്ടുപോയാൽ സമയത്ത് കിട്ടാത്ത അവസ്ഥയുണ്ട് എന്ന പരാതികളും വ്യാപകമാണ്. ഈ ദുരിതാവസ്ഥയിൽ ഇപ്പോൾ പല ഡ്രൈവർമാരോടും ഇതിന്റെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഇതിനേക്കാൾ എന്തുകൊണ്ടും ചെലവ് ശകലം കൂടുതലാണെങ്കിലും ഡീസൽ ഓട്ടോകളാണ് ലാഭകരമായിട്ടുള്ള കാര്യം. ഇത്രയും മെയിൻ്റനൻസ് പണി തരാറില്ലത്രേ.